അനുമോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്. പിന്നെ ബിഗ് ബോസിനെ എപ്പോഴെങ്കിലും ശപിച്ചിട്ടുണ്ടോ? എനിക്ക് വേറെ പണിയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവന്മാരും ചൊറിയും കുത്തി ഇരിക്കുന്ന ആളുകളാണ്. എനിക്കൊന്നുമല്ലതേ രോമമില്ല കേട്ടോ. ഇനി വരുന്ന സീസണിൽ എൻ്റെ അവസ്ഥ ആർക്കും ഉണ്ടാവാൻ പാടില്ല. ചേച്ചി അത്രയും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ചേച്ചിക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അതാണ് പെട്ടെന്ന് സങ്കടം. Welcome to White Gold Presents Sit Up with Lakshmi Nakshatra in association with Gulabi. Hey, come along, sing this song and step. Set it up with Lakshmi Nakshatra, next level അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ശരിക്കും നിങ്ങൾ പറയുന്ന ഓരോ കമൻസും നമ്മൾ കറക്റ്റായിട്ട് നോക്കി വാല്യൂ ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ ആണ്. ഇന്ന് ഇവിടെ ഇരിക്കാൻ പോകുന്നത് നിങ്ങൾ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ആരാ? നമുക്ക് കാണാം അല്ലേ, നമ്മുടെ സ്വന്തം അനുക്കുട്ടി, അനുമോൾ അനുക്കുട്ടി, ബിഗ് ബോസ് വിന്നർ. ആരാത്? ഹായ് ചേച്ചി. ഒരു മാറ്റമില്ല. അപ്പോ നമ്മുടെ അനു ആണ് കൂടെ വന്നിട്ടുള്ളത്. അനുമോൾ അനുക്കുട്ടി, വെൽക്കം. താങ്ക് യു ചേച്ചി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എത്ര നാളായി? നവംബർ 10 ഇറങ്ങി. എത്ര മാസം? ഇതെന്താ സിനിമ ഇറങ്ങണ പോലെയോ? നവംബർ 10 എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അറിയാം. ജയിലിൽ നിന്ന് ഇറങ്ങി എന്ന് പറയണ പോലെ. ജയിലിൽ നിന്നാണ് ഇറങ്ങിയത്. നവംബർ 10 ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 5-6 മാസം. 5-6 മാസത്തിന് ശേഷം അങ്ങനെ ഞങ്ങൾ ഒടുവിൽ കണ്ടുമുട്ടി ഗൈസ്. അത്ര മാത്രമേ പറയാനുള്ളൂ. എവിടെ ട്രോഫി എവിടെ പോയി? അത് വീട്ടിൽ വെച്ചിരിക്കും. വീട്ടിൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വെച്ചല്ലേ. സോ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറായി വന്ന് നമ്മുടെ അനു അങ്ങനെ ഫൈനലി സിറ്റപ്പിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതെന്താ അത്? കുഴപ്പമൊന്നുമില്ലല്ലോ, നിവർന്നിരിക്കുന്നതാണ്. ടൈറ്റിൽ വിന്നറൊക്കെ ആണല്ലോ. അല്ല, പണ്ടത്തെ കുട്ടിത്തം കുറച്ച് ബിഗ് ബോസിന് ശേഷം ക്യാമറ ഒക്കെ ഇരിക്കുന്നോണ്ടാണ് ഞാൻ പിന്നെ ആദ്യം, പിന്നെ ആകുമ്പോ അങ്ങോട്ട് ശരിയാവും, കുറച്ചങ്ങനെ ശരിയാവില്ല. തുടക്കത്തിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ച് മെച്യൂരിറ്റി കാണിക്കുന്നത്. അനു ലൈഫിൽ എന്തൊക്കെ മാറ്റം വന്നു? അനു ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ലൈഫ് എന്താന്ന് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റി ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം. പിന്നെ എന്താ പറയണ്ടേ, മുന്നേക്കാണെന്ന് പറയുമ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു വഴി കൂടെ പോകുമായിരുന്നല്ലോ. വീട്ടിൽ അച്ഛനും അമ്മ എന്ന് പറഞ്ഞാൽ സന്തോഷം മാത്രമായിരുന്നു ഫുൾ ടൈം. ഒരു ജയിലിൽ പിടിച്ചുകൊണ്ടിട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു അനുഭവം നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. അത് നന്നായിട്ട് അനുഭവിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ എവിടെ കൊണ്ടിട്ടാലും നമ്മൾ ജീവിക്കും എന്നുള്ളത് പഠിച്ചു നന്നായി. അനു ശരിക്കും ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് നമ്മളെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചേച്ചി എനിക്ക് കുറച്ച് കടങ്ങളും ലോണൊക്കെ ഉണ്ട്, അതെനിക്ക് വീട്ടണം, അതിന് വേണ്ടിട്ട് ഞാൻ ബിഗ് ബോസിൽ പോവാണെന്ന് പറഞ്ഞേ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഞാൻ പൊക്കോട്ടെ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? വേണ്ട അനു, അനുവിന് പറ്റിയതല്ല. അങ്ങനെയല്ല, ഇവളെ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത്രയും കുഞ്ഞി കുട്ടിയായിട്ടാ. പക്ഷെ അനു വേറൊരു അനു ആയിരുന്നു. ഞാനൊരു 10-40 ഞാൻ ഒരു 10-40 ഇനോഗ്രേഷൻ ചെയ്തിരുന്നു. അതിലെല്ലാം അനുമോൾ അനുക്കുട്ടിയെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വന്നപ്പോ തന്നെ ബിഗ് ബോസിന് ഇറങ്ങി ഞാൻ നേരെ ഞങ്ങളെ ഈ 5 പേരെ ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ടാണ് കൊണ്ടുപോയി, റിസോർട്ടിലോട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ ആ ടൈമിൽ കയ്യിൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ചേച്ചി എന്നെ കാണാൻ വേണ്ടി അവിടെ ചെന്നൈയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എത്തിയിട്ടുണ്ടെന്ന് പറയണമെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ എനിക്ക് ഫോൺ കിട്ടിയാൽ മതിയല്ലോ വിളിക്കാനായിട്ട്. അപ്പോൾ ആ ടൈമിൽ അച്ഛൻ്റെ അമ്മയുടെ നമ്പർ മാത്രമേ എനിക്ക് കാണാതെ അറിയാവൂ. മാളുടെ നമ്പരൊന്നും എനിക്കറിയില്ല. ചേച്ചി അതെ. അപ്പം ചേച്ചിയുടെ നമ്പരൊന്നും അറിയില്ല. അപ്പം അന്ന് ഞാൻ ഫസ്റ്റ് വിളിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ നമ്പറിലോട്ടാണ്. അവിടെ നമ്മുടെ ചേച്ചി അഞ്ജന ചേച്ചിയുടെ ഫോൺ വാങ്ങിച്ചിട്ട് വിളിച്ച് സംസാരിച്ചിട്ട് പിന്നെ ഇപ്പോൾ അപ്പോഴൊന്നും പറഞ്ഞില്ല, മാള് വന്ന കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ എൻ്റെ കൂടെ ലക്ഷ്മി ഉണ്ടായിരുന്നു, ബിഗ് ബോസിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക്, കാരണം അവൾക്ക് പേടി, ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇനി എങ്ങനെയാണ്, ഇനിയിപ്പോൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അനു ഇനി ടെൻഷൻ അടിക്കും. അപ്പോൾ എൻ്റെ കൂടെ ഒരു എന്നെ ഒന്ന് സേഫായിട്ട് നിർത്താനും എന്നെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് എൻ്റെ ചേച്ചി വിളിച്ചപ്പോഴാണ് പറയുന്നത്, ലക്ഷ്മി ചേച്ചി നിന്നെ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്തു, പിന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് വിളിക്കുന്നതായിരുന്നു അറിയാമോ, അനൂപേട്ടനെ. പിന്നെ വിളിക്കുന്നത് ഞാൻ ചേച്ചിയെ. പിന്നെയാണ് ഞാൻ 1-2 പേരെ പിന്നെ ബാക്കി വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതെ, ശരിക്കും അനു പോകുന്ന സമയത്ത് അനുവിന് കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് അനു ബിഗ് ബോസിൽ പോണേന്നാണ് നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നത്. ലോൺ ഉണ്ട്, ഒരുപാട് കടം വീട്ടാനുണ്ട്. അപ്പൊ ചേച്ചി ഞാനൊന്ന് പോയി കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വരാം, എന്നാൽ ഞാൻ നാളെയും മറ്റന്നാൾ ഔട്ടാവുമെന്ന് അറിയില്ല, അങ്ങനെ പറഞ്ഞു പോയ ആളാണ് കപ്പും കൊണ്ട് വന്നത്. അതായത് തിരിച്ചു വന്നപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? വന്നതിന് ശേഷം ഇപ്പം
ഫുൾ സെറ്റിൽ ആയിട്ടുണ്ട്. സെറ്റിൽ ആയിട്ടുണ്ട്, അക്കൗണ്ട് മൊത്തം തിങ്ങി വിങ്ങിട്ടുണ്ടെന്ന്. ഇല്ലില്ല, ഇപ്പൊ അധികം പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ചെയ്തപ്പോ നന്നായിട്ട് പോകണം. എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്, ഫസ്റ്റ് ഞാൻ ട്രിവാൻഡ്രത്ത് അനുവിന്റെ വീട്ടിൽ പോണ സമയത്ത് ഒരു മാരുതി കാറിലാണ് അനുവിന്റെ അച്ഛനും കൂടെ വരണേ. ഇപ്പൊ മാരുതി കാർ പ്ലസ് 2 കാറും കൂടെ. ഒന്ന് അനു, 2 അല്ല 3 അല്ല 2 കാറ്, 2 അല്ലാതെ ഒരു കാറും കൂടെ ഉണ്ട്. അമ്പടി അന്ന് ഓൾട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പോ ആ വണ്ടി ഈ അച്ഛൻ എന്ന് പറയുമ്പോ അച്ഛൻ എല്ലാ വണ്ടിയും സെക്കൻഡ് ഒക്കെ മേടിക്കത്തുള്ളൂ, പുതിയത് അങ്ങനെ എടുക്കത്തില്ല. അപ്പൊ ഞാൻ എപ്പോഴും അച്ഛനെ കളിയാക്കുമായിരുന്നു. അച്ഛൻ എന്തിനാ വെച്ചാൽ അച്ഛൻ ടി വി വാങ്ങുമ്പോ സെക്കൻഡ്, അച്ഛൻ കാറ് മേടിക്കുമ്പോ സെക്കൻഡ്, അച്ഛൻ എന്തിനാ ഇങ്ങനെ മേടിക്കുന്നത്? അപ്പൊ അച്ഛൻ പറയും ഇത് നല്ലതാണ്, ബ്രാൻഡഡ് ആണല്ലോ, അപ്പൊ ഇരിക്കും, അതുകൊണ്ടാണ് പുതിയത് മേടിക്കുന്നേക്കാൾ ഇതാണല്ലോ എന്നൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. ചേച്ചി പറയുമല്ലോ കീ എടുത്ത സമയത്ത് എടുക്കുന്നതിന് മുന്നേ എടുക്കുന്നത് തന്നെ, ആ കാറിന് എടുക്കണേ 2 ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ കീ എടുക്കുന്നത് തന്നെ. ചേച്ചി അനുപേടനൊക്കെ പറഞ്ഞു, നീ സ്വന്തമായിട്ട് ഒരു വണ്ടി എടുക്കുക, നീ എന്തിനാ ഈ ബസ്സിലും ട്രെയിനിലൊക്കെ കയറി വരുന്നത്? കീ എടുക്കുക, ഒരു വണ്ടി എടുക്കുന്നിട്ട് നീ ഡ്രൈവറിനെ വെച്ച് നീ പോ. അപ്പൊ പറഞ്ഞാണ് ഞാൻ കീ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കീ വാങ്ങിച്ചതിന് ശേഷം പിന്നെ വിചാരിച്ചു ഇനി വേറെ പുതിയ വണ്ടിയെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. പിന്നെ ഈ വണ്ടി ഇത് കിട്ടിയത് ബിഗ് ബോസിൽ ഒരു കാറും കൂടെ കിട്ടി. അതെ അതെ അതെ, ആ വണ്ടി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ പറഞ്ഞില്ലേ, ഇതിന് മുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു, കിയയ്ക്ക് മുന്നൊരു ഓൾട്ടോ ഉണ്ടായിരുന്നു പഴയത്, അത് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അത് നല്ല മൈലേജ് കിട്ടും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും കാറുകളായി, എന്റെ കണക്കിൽ 3 കാറേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് ഒരു കാറും കൂടെ കാണിച്ചു തന്നു. അപ്പൊ വണ്ടി ഓടിക്കാൻ പഠിച്ചോ? വണ്ടി ഓടിക്കാൻ എനിക്ക് ഓട്ടോമാറ്റിക് ഓടിക്കാൻ, പക്ഷെ ലൈസൻസ് ഇല്ല. ഇപ്പൊ അതായി പ്രശ്നം. അല്ല ഇപ്പൊ ഈ ബിഗ് ബോസ് വിന്നറായിട്ട് പണ്ട് ഞാൻ സ്റ്റാർ മാജിക്കിൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കോയമ്പത്തൂർന്നും അതുപോലെ തന്നെ പാലക്കാട് നിന്നൊക്കെ അനു കണ്ട ലോറിക്കൊക്കെ കൈയൊക്കെ ഒരു ലോറിയിൽ മാത്രം പ്രാവശ്യം ഏതോ ഒരാളുടെ കണ്ട ലോറിയാണ്. ഞാൻ അതെന്താന്ന് വെച്ചാൽ ലോറിയിൽ ലിഫ്റ്റ് അടിച്ച് വന്നൊരു പ്രാവശ്യം. അതെന്താണെന്നറിയോ, പാലക്കാടായിരുന്നു. പാലക്കാട് എന്ന് പറയുമ്പോൾ എപ്പോഴും ബസ് കിട്ടത്തില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് പിറ്റേ ദിവസം എനിക്ക് പ്രോഗ്രാം ഉണ്ട്, ട്രിവാൻഡ്രത്ത് എത്തുകയും വേണം. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്ത് ചെയ്യണം? അപ്പം മനുഷ്യരായ നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ടല്ലോ. അത് കാരണം ഞാൻ ലിഫ്റ്റ് അടിച്ചു പോകുന്നു. അതൊരു ലോറിക്കാരനെ പിന്നെ ഒരു ധൈര്യം കൂടെ ഉണ്ട്, എനിക്ക് ധൈര്യം ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇല്ലേ, അപ്പൊ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ആരുടെയും പറഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്തു, വണ്ടിക്ക് ലോറിക്ക് ലോറി ഞാൻ വെറുതെ കൈ കാണിച്ചതാ. അപ്പൊ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേട്ടൻ നിർത്തി തന്നു. കാരണം തമിഴൻ ചേട്ടന് പെട്ടെന്ന് സ്റ്റാർ മാജിക്കിലെ കുട്ടിയല്ലേന്ന് പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായി. അപ്പൊ വണ്ടി നിർത്തി തന്നു. ഈ ബിഗ് ബോസ് വിന്നർ ഇപ്പൊ അങ്ങനെ ലോറിക്ക് ലിഫ്റ്റും അതുപോലെ തന്നെ ട്രെയിനിലും ബസ്സിലൊക്കെയാണോ ട്രാവൽ ചെയ്യണേ? ഇല്ല, ഫ്ലൈറ്റിലൊക്കെയാണ്. ഓ ഐ സി, ഫ്ലൈറ്റിലും സ്വന്തം ഞാൻ എന്റെ സ്വന്തം ബ്രാൻഡ് അംബാസിഡർ കാറിൽ വരുന്നു. ശരി, ഈ എന്താ പറയാ, നമ്മള് വിന്നറായി, നമ്മള് എന്താ സ്വപ്നം കണ്ട പോലെ തന്നെ എന്താ പറയാ, നമുക്ക് ക്യാഷ് മണി കിട്ടി, അതുപോലെ തന്നെ കാറ് കിട്ടി. ഈ പൈസ എല്ലാം എന്തൊക്കെ ചെയ്തു? അതൊക്കെ ഇവിടെ പറയുന്നത് സ്ഥലം മേടിച്ചു സിറ്റി തന്നെ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിറ്റിയിൽ സ്ഥലം മേടിച്ച് ഇവിടെ വീടൊക്കെ വെക്കണം. വാശിയായിരുന്നു. കാരണം ഇപ്പൊ താമസിക്കുന്ന വീട് അറിയാലോ, സിറ്റിയിൽ മാള് സ്ഥലം മേടിച്ച് ഞങ്ങൾ വീട് വെച്ചതായിരുന്നു എല്ലാരും കൂടെ ചേർന്നിട്ട്. അപ്പൊ അത് നമ്മള് വെച്ചതാണെങ്കിലും അത് അവൾക്ക് നമ്മൾ വെച്ചു കൊടുത്തതാണ്. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അവൾക്കൊരു വീട് വെച്ചു കൊടുക്കണം നമുക്ക് ആഗ്രഹമായിരുന്നു. അപ്പൊ ഞങ്ങൾ ചേർന്ന് വെച്ചു കൊടുത്ത വീടാ. അപ്പൊ അതിന്റെ ലോണാണ് ആ 30 ലക്ഷം എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് കുറച്ചും കൂടെ സിറ്റിയിൽ ഉള്ളിലോട്ടല്ല, കുറച്ചും കൂടെ സിറ്റിയിലോട്ട് എനിക്കൊരു വീട് വെക്കണമെന്നും സ്ഥലം മേടിച്ചിടണമെന്നും അതൊരു അസറ്റാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ബിഗ് ബോസിന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കിങ്ങനെ അമ്മയഞ്ചനും ചേച്ചിയൊക്കെ പറഞ്ഞു, ഇവിടെ സ്ഥലം വെക്കായിട്ടിരിക്കുന്നു, മേടിക്കുന്ന നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഏരിയ ആയിരുന്നു അത്. അപ്പൊ ഒരു സ്ഥലം മേടിക്കാന്ന് പറഞ്ഞാൽ അവർക്കും ഒരു വെയിറ്റ്. അതെ അതെ, അങ്ങനെ നല്ല എമൗണ്ട് ആയത്. അപ്പൊ അത് പിന്നെ റിച്ച് അല്ലേ, അങ്ങനെ ഞാൻ സ്ഥലം മേടിച്ചു. ശരി, സ്ഥലം മേടിച്ചു. പിന്നെ അവിടെ ഞാൻ ഇപ്പൊ തന്നെ സിറ്റി തന്നെ ഞാനൊരു 10-25 സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട്. വാവ്, കൊടുകൈ 25 സെന്റ് സിറ്റിയില്. പിന്നെ എത്ര ചോദിക്കില്ല, ഞാൻ ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തൊക്കെ ചെയ്തു? പിന്നെ ഗോൾഡ് മേടിച്ചു വെച്ചു. പിന്നെ അത് ബാങ്കിൽ ഇരിക്കുക കേട്ടോ, അല്ലെങ്കിൽ കള്ളം ഇപ്പൊ ഇത് കണ്ടിട്ട് ചിലപ്പോ കള്ളം വരെ കയറി വീട്ടിനകത്ത്. വീട്ടില് കുത്തി തുറന്നിട്ട് കാര്യമില്ല, ബാങ്കിനകത്തായിരിക്കുന്നത്. പിന്നെ ഞാൻ ചേച്ചിക്ക് പണ്ടേ അറിയാലോ, ഞാൻ കാശൊന്നും കളയത്തില്ല, ഞാൻ എല്ലാം സേവ് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. കാശ് കളയില്ല എന്നല്ല, ഈ ബിഗ് ബോസിലെ വിന്നർ ആയിട്ട് ഒരു ലഡു
ഒരു ജിലേബി ഇതുപോലും ഞങ്ങൾക്ക് മേടിച്ചു തന്നിട്ടില്ല. 50 പൈസയുടെ മിഠായി അതുപോലും മേടിച്ചു തന്നിട്ടില്ല. അത് കാരണം കുട്ടി അത്ര മണി സേവിങ് ആയിട്ടുള്ള കുട്ടിയാ. ചേച്ചി കണ്ടില്ലായിരുന്നു, ആ ചേച്ചി ബിസി അല്ലേ. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ പിന്നെ എന്റെ അച്ഛന് അമ്മയ്ക്ക് മാലയൊക്കെ മാറ്റി മേടിച്ചു. അച്ഛന് ഞാൻ ഒരു റിങ് മേടിച്ചു കൊടുത്തു ബർത്ത്ഡേക്ക്. അത് ഡിസംബറിലായിരുന്നു അച്ഛന്റെ ബർത്ത്ഡേ. പിന്നെ എന്റെ മാളൂന് ഞാനൊരു ഫോണ്, ഒരു നല്ലൊരു എമൗണ്ട് കൊടുത്തൊരു ഫോണൊക്കെ മേടിച്ചു കൊടുത്തു. ചേട്ടന് അങ്ങനെയുള്ള എന്റെ ഫാമിലിയില് ഉള്ളവർക്കൊക്കെ ഞാൻ അങ്ങനെയൊക്കെ. ചേച്ചിക്കൊന്നുമില്ല, ചേച്ചി കണ്ടിട്ടുണ്ടേ, അങ്ങനെയൊക്കെയാ. സത്യത്തിൽ ഇപ്പൊ എല്ലാവർക്കും കൺഫ്യൂഷനാ, ആരാണ് അനു, ഏതാണ് അനു? ഞാൻ തന്നെയാണ്. അത് ഞങ്ങൾക്ക് അറിയാം. പിന്നെ താൻ പിന്നെ വേറെ വല്ലവരും ആയിരിക്കും. ഓ, ഏത് ബിഗ് ബോസിലും ബിഗ് ബോസിലുള്ള അനു ആണോ ശരിക്കുള്ള അനു? എന്റെ മുന്നിലിരിക്കുന്ന ആളാണോ? സ്റ്റാർ മാജിക്കിലുള്ള കുട്ടിത്തം തുളുമ്പുന്ന ആളാണോ? ഞാൻ ആ മൂന്നും ഞാൻ അനു തന്നെയാണ്. സ്റ്റാർ മാജിക് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയണ്ടേ, നമ്മളെ എല്ലാം നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഈഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ബിഗ് ബോസിലൊന്നും ഫാമിലിയിലുള്ളവരല്ല, കുടുംബത്തിലുള്ളവരല്ല. അങ്ങനെ പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് കയറി ചെന്നത്. പിന്നെ നമ്മുടെ ഫാമിലി ആയിട്ട് കാണണം. ഒരു കുടുംബത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാ ആ ഒരു കുടുംബത്തിൽ ചെന്ന് നമ്മൾ കല്യാണം കഴിഞ്ഞ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയിലോട്ട് നമ്മുടെ എല്ലാവരെയും നമ്മുടെ അച്ഛനും അമ്മയായിട്ട് കാണണം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളായിട്ട് കാണണം, നമ്മുടെ ഫ്രണ്ട്സായിട്ട് കാണണം, എല്ലാവരും സ്നേഹിക്കണം. നമ്മൾ ശത്രുക്കളല്ലല്ലോ. അങ്ങനെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇവരൊക്കെ എന്നെ ശത്രുവായിട്ട് കാണുന്നവരാണെന്ന്. പിന്നെ നമ്മള് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറത്തില്ലേ. ഗ്യാങ് അറ്റാക്ക് ആയിരുന്നു മൊത്തത്തില്. ഈ ധൈര്യമൊക്കെ എവിടുന്ന് കിട്ടി? അത് ചേച്ചി നമുക്ക് ഏതൊരു മനുഷ്യന് ആ സമയത്ത് വരുന്നതാ. കാരണം നമുക്കിപ്പോ നമ്മുടെ കയ്യിൽ ഫോണില്ല, നമ്മുടെ കയ്യിൽ വാച്ച് ഇല്ല. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒന്ന് എൻ്റെ അടുത്ത് വരുമോ എന്ന് ചോദിച്ചാൽ പോലും ആരും ഇല്ല. ശരിക്കും എത്ര ഫോൺ ഉണ്ടായിരുന്നു പോണതിന് മുമ്പ്? 2. എത്ര സിം ഉണ്ടായിരുന്നു? 4. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ആ കുട്ടി ബിഗ് ബോസിൽ. ഞാൻ ഫോൺ അഡിക്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യമാണ്. വിളിച്ചു കഴിഞ്ഞാൽ എടുക്കില്ല, പക്ഷെ 4 സിമ്മും 10 ഫോണാണുള്ളത്. എന്നിട്ട് അങ്ങനെയാ. അപ്പൊ പിന്നെ ഇപ്പൊ ഇവരെല്ലാരും കൂടെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ എനിക്ക് അറിയാമല്ലോ, ഞാൻ പിന്നെ കരയും. പിന്നെ ആരും ഇല്ല. പിന്നെ കരയുന്ന കാര്യം എന്താണെന്നറിയാവോ, കരയുന്ന കാര്യം ആലോചിക്കുമ്പോ ഇതെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ അപ്പൊ അച്ഛനമ്മയൊക്കെ ഓർമ്മ വരും. മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്നതാ ഫുഡും കഴിച്ചുകൊണ്ട്, വല്ല ആവശ്യമുണ്ടോ ഇങ്ങോട്ട് വരാനായിട്ട്. പിന്നെ ഇവരൊക്കെ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്, എന്തിനാ എൻ്റെ അടുത്ത് ഇത്ര ദേഷ്യം എന്നൊക്കെ. പിന്നെ മനസ്സിലായി എന്തിനാ എൻ്റെ അടുത്ത് ഇത്ര ദേഷ്യം. പിന്നെ എനിക്ക് മനസ്സിലായേ. ഒന്നാമത്തെ കാര്യം ദേഷ്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു സെലിബ്രിറ്റി ആയിരുന്നല്ലോ. നോൺ ഫെയിം മീൻസ് ആണ്. കാരണം ഞാനൊരു അറിയുന്ന ഒരു നോൺ ആയിട്ടുള്ള ഒരു ഫെയിം. അതെ, വെച്ച് കഴിഞ്ഞാല് ഈ വന്നവരെക്കാളും ഞാൻ ഓപ്പണായിട്ട് പറയാണ്, ഞാൻ വന്നവരെക്കാളും കുറച്ച് ഫെയിം കൂടുതലാ. ഫോളോവേഴ്സ് ഓക്കെ നോക്കണ്ട, ഫെയിം കൂടുതലാ. കാരണം പ്രേക്ഷകർക്ക് അറിയാം, കാണുന്ന വീട്ടിലൊരു കുട്ടിയാണ് എല്ലാവർക്കും. പിന്നെ ഓഡിയൻസ് സപ്പോർട്ട് ഉള്ളതും കൂടി ഉണ്ട് നന്നായിട്ട്. പിന്നെ നോക്കുമ്പോൾ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇനി ഫാൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്, എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുള്ളത് കൊണ്ടാണ് ഇവർക്കൊക്കെ എൻ്റെ ഇത്ര ദേഷ്യം. അസൂയാണോ എന്താണെന്നറിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാനെടുത്ത് മുകളിൽ വെച്ചിരിക്കുന്ന ഒരാളുണ്ട്, PR എന്ന് പറയുന്ന ഒരാള്. അയാള് എനിക്ക് ആ പുള്ളിയാണ് എൻ്റെ PR എന്ന് ഇവർ നേരത്തെ കൂട്ടി അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം എന്നുള്ള കാര്യം പിന്നീട് എനിക്ക് മനസ്സിലായത്. ഓരോരുത്തരെ വായിന്ന് ഓരോന്നിങ്ങനെ കൊഴിഞ്ഞു വീഴുമല്ലോ, അവിടെ ഇവിടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാനാണ് അവിടെ PR കാര്യം എടുത്തിട്ടത്. PR ഇത്ര വലിയ മോശമായിട്ടുള്ള കാര്യമാണോ എന്ന് പോലും ഞാൻ അനുവിനെ വ്യക്തമായിട്ട് എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയായിട്ടാണ് ബിഗ് ബോസിൽ പോയത് നമുക്കറിയാം. ഞാൻ പക്ഷെ ഇത്ര പ്രൊഫഷണലി ഒരു PR-നെ ഏൽപ്പിച്ചു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആരും അനുവിനെ ഗൈഡ് ചെയ്ത് തന്നെ. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കാണരുതെന്ന് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, കണ്ടിട്ട് പോകരുത്. കാരണം പല സീസണും പല എപ്പിസോഡായിട്ട് അത് കാണരുത്, കാണാതെ അനുവായിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ കാണാൻ നിന്നില്ല കേട്ടോ. കാണുമ്പോൾ അവിടെ ഇവിടെ കാണുമ്പോൾ ഓരോന്നും വെറുതെ ഐസ്ക്രീമിന് വേണ്ടി അടി ഉണ്ടാക്കുന്നു, പിന്നെ വെറുതെ കിച്ചണിൽ പാത്രം അടി ഉണ്ടാക്കുന്നു. ഇതെന്താ ഇങ്ങനെയൊക്കെ? അതുകൊണ്ട് ഞാൻ കാണാൻ നിന്നില്ല. നേരെ ഞാനായിട്ട് പോയി സ്റ്റാർ മാജിക്കിന് അനുമോളം എങ്ങനെയാണോ അതുപോലെ തമാശയൊക്കെ കൊടുത്ത് കണ്ടന്റ് ഒക്കെ കൊടുത്ത് നിക്കാന്ന് വിചാരിച്ചിട്ട് പോയ ഒരാളാണ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി ഇതൊരു എന്താ ഇടി അവിടെ വേവൂലാന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാനായിട്ട് നിന്നു, എല്ലാവരായിട്ട് നല്ല സ്നേഹത്തിൽ പോകാൻ നോക്കി. ഫസ്റ്റ് ഡേ തന്നെയാണ് ഒരാളായിട്ട് വഴക്കുണ്ടായി. ഫസ്റ്റ് ഡേ ചെന്ന് കയറിയപ്പോൾ തന്നെ ബെഡിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് കിടക്കാനൊരു കിടപ്പ് വേണമല്ലോ, അപ്പം ബെഡ്, അപ്പോൾ സിംഗിൾ ബെഡ് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ വേറൊരാൾ വന്നിട്ട് പറയുക ആ ബെഡ് അയാൾക്ക് വേണമെന്ന്. അപ്പം അയാൾ അതിന് മാറുന്നില്ല, അവിടെ തന്നെ കയറിയിരിക്കുക. പിന്നെ എനിക്ക് മനസ്സിലായി ഇതെന്തൊക്കെയോ അവർ എൻ്റെ അടുത്തുള്ള ദേഷ്യമാണെന്ന് മനസ്സിലായി. മനഃപൂർവ്വമല്ല, അത് എൻ്റെ അടുത്ത് അറിഞ്ഞുകൊണ്ടാണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. സ്നേഹവും കാണിക്കുന്നുണ്ട്, പക്ഷെ
എന്താ എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ആകുമ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ നോക്കുന്നത് പോലും ഞാൻ പറഞ്ഞപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലൊക്കെ എനിക്ക് മനസ്സിലായത് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് പറയണം, സൂക്ഷിച്ച് സംസാരിക്കണം. കാരണം ഈ മൈക്ക് കുറച്ച് ദിവസം മൈക്ക് നമ്മൾ നോക്കും, പിന്നെ അങ്ങ് മറക്കും. ഇപ്പൊ ശരിക്കും സംസാരിക്കാൻ പഠിച്ചോ? സംസാരിക്കാനും പഠിച്ചു, ആൾക്കാരെ മനസ്സിലാക്കാനും പഠിച്ചു, ഏത് സിറ്റുവേഷനിലും അത് ഹാൻഡിൽ ചെയ്യാനും പഠിച്ചു, ജീവിക്കാനും പഠിച്ചു. ശരി, ഇതില് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് 7 മാസമായി ഇതുവരെ എവിടെയും മനു അപ്പിയർ ചെയ്തിട്ടില്ല, ഒരു സ്ഥലത്ത് ഇന്റർവ്യൂ എടുത്തിട്ടില്ല. എത്ര പേര് പൈസ മുന്നിൽ വെച്ചിട്ട് ഇത്ര ലക്ഷം രൂപ തരാന്ന് വരെ പറഞ്ഞിട്ടുള്ളവരുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പം അവർക്കതൊരു കണ്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ചിലപ്പോൾ ഞാൻ കാരണം അവർക്ക് ജീവിച്ചു പോകാൻ വേണ്ടി അവർക്ക് കാശ് കിട്ടുന്നതാണ്. അത് നല്ല കാര്യം തന്നെയാണ്. ജീവിക്കാൻ വേണ്ടി എല്ലാം നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടുന്നില്ലേ. പക്ഷെ എനിക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നതിൽ നിന്നും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഈ 100 ദിവസം അവിടെ സർവേ ചെയ്ത് വന്നതും അതെനിക്ക് അറിയാവും അവിടെ എങ്ങനെ നിന്നു എന്നുള്ളത്. അത് ഈ പറയുന്ന ഒരു TV-ക്കകത്ത് ഇരുന്നിട്ട് കാലുമേ കാലുവിട്ടിരുന്ന് കാണുന്നതല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ എന്ന് പറയുന്നത്. ഒരു ഫോണിൽ ഇരുന്നിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ ഈ ലൈവ് ഷോ കാണുന്നവർക്ക് ചിലപ്പോൾ ലൈവ് കാണുന്നവർക്ക് അറിയാം ആരൊക്കെ എന്തൊക്കെയാണ് എങ്ങനെ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷെ 1 hour ഇരുന്ന് കാണുന്നവർക്ക് വിചാരിക്കുന്നതൊക്കെ എന്ത് ഈസി, ഈ കൊച്ചിന്തിനെ ഇങ്ങനെ കരയുന്നത്, ഈ കൊച്ചിന്തിനെ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കണേ, ഈ കൊച്ചിന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ തോന്നിപ്പോവും. അത് അവരെ ഒരിക്കലും കുറ്റം പറയാനും പറ്റത്തില്ല. പക്ഷേ അവിടെ ഞാൻ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഞാൻ എങ്ങനെ അവിടെ സർവേ ചെയ്തു എന്ന് എനിക്കറിയാം. ബിഗ് ബോസിൽ എന്നെ കോള് വിളിക്കുക, റിച്ചോർഡൻ വിളിക്കുന്ന സമയത്ത്, റിച്ചോർഡ് അല്ല നമ്മുടെ മറ്റേ വെള്ളിക്കണ്ണുള്ള ചേട്ടൻ്റെ വെള്ളിബിനു ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു, അനുമോളെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു, അനുമോളെ ബിഗ് ബോസിൽ പോകുന്ന താല്പര്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇല്ല കേട്ടോ, ഞാൻ കരയും ചേട്ടാ, എനിക്ക് പേടിയാണ് ബിഗ് ബോസ്, അതിനകത്ത് ഒത്തിരി പേര് കരയണം. ഇല്ല അനുമോളെ നിനക്ക് പറ്റും, നീ ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുമല്ലേ? ഞാൻ പറഞ്ഞു വേണ്ട കേട്ടാ, ഞാൻ നമ്പർ കൊടുക്കും, നിന്നെ റിജു വിളിക്കും. അപ്പം ഞാൻ പറഞ്ഞു റിച്ചോർഡൻ വിളിക്കും, കൺട്രോളർ. അപ്പോൾ റിച്ചോർഡൻ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇല്ല കേട്ടോ, ഞാൻ കരയുന്ന ഒരാളാണ്, നിങ്ങൾക്ക് പറ്റിയൊരു മെറ്റീരിയൽ അല്ല ഞാൻ എന്ന് പറഞ്ഞു. ഇല്ല അനു കരയുന്ന ആളെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല കേട്ടോ, ഞാൻ വീട്ടിലൊക്കെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ എല്ലാവരും ഞാൻ ചോദിച്ചു, ചേച്ചിയോട് ചോദിച്ചു, അനുവണ്ട് ചോദിച്ചു, എല്ലാവരും ഞാൻ ചോദിച്ചു. എല്ലാവർക്കും അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നത്. എന്നെ നന്നായിട്ട് അറിയാവുന്നവർ പറഞ്ഞു നീ പോകണ്ട, പോയി കഴിഞ്ഞാൽ അവിടെ കരയും, നീ പോകണ്ട. ആ കാര്യത്തിലൊക്കെ. അപ്പോൾ നിന്നെ കൊണ്ട് പറ്റിയ അല്ല, നീ അതിൻ്റെ മെറ്റീരിയൽ അല്ല എന്നൊക്കെ പറഞ്ഞു. കുറേ പേര് പറഞ്ഞ് പോടി പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, നീ വഴക്കൊക്കെ ഉണ്ടാക്കും, നീ അവിടെ കോമഡിയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നവരുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒരു കാര്യം നമ്മൾ ഒരു കാര്യത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ 5 വട്ടം ആലോചിക്കണമല്ലോ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കുറേ ഈ കാര്യത്തില് ഈ വിളിക്കുന്ന സമയത്തൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കുറേ ആലോചിച്ചു, പോണോ വേണ്ടേ. പിന്നെ അത് കൺഫേം ചെയ്ത് ടൈമാണ് ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ വരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പോകണോ അല്ലല്ലേ കൺഫേം ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ടാട്ടോ, പോകണോ പോകണ്ടേ. കാരണം സ്റ്റാർ മാജിക് കഴിഞ്ഞു, സ്റ്റാർ മാജിക്കിൽ നിന്ന് അനൂപേട്ടൻ സീക്രത്തിൽ പ്രോഗ്രാം കഴിഞ്ഞു, അത് 50 എപ്പിസോഡ് വരെ ഉണ്ടാവും അനൂപേട്ടൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് അവിടെ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തിരിക്കാം, ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിനിമയിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഈ കോള് വന്നത് തന്നെ. അതൊരു ബിഗ് ബ്രേക്ക്, ഒരു ബിഗ് ബോസ്. പിന്നെ ഞാൻ ചേച്ചിക്ക് അറിയാലോ എനിക്ക് ഈ ജോത്സ്യം ഇതിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അപ്പൊ തന്നെ ഞാൻ ജോത്സ്യന്മാരെ വിളിക്കാൻ തുടങ്ങി. ഞാൻ എന്താ എന്റെ സമയം ഇപ്പൊ എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പൊ പറഞ്ഞു, ഒരാള് പറഞ്ഞു അനു ഒന്നും നോക്കണ്ട, പൊക്കോ, കപ്പും കൊണ്ടുവരുമെന്ന്. സീരിയസ്ലി സത്യം, അത് ഞാൻ ഇവിടെ ഇറങ്ങുമ്പോ തരാം. അപ്പൊ കപ്പും കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ ഇങ്ങനെയൊന്നും പറയില്ല, അങ്ങനെയൊന്നും കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്ക് വിഷമാവും എന്ന് പറഞ്ഞു. അപ്പൊ ജോത്സ്യൻ ഈ പുള്ളിനി തമാശ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ 2-3 ഇടത്തൊക്കെ ചോദിച്ചു. എന്റെ ഈ വെറുതെ എന്റെ മുഖം നോക്കി പറയുന്നല്ലോ, നമുക്കൊരു രാശിയുണ്ട്. നമ്മുടെ ജാതകം ജനിച്ച സമയം, നമ്മുടെ നാള്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ അത് അവർക്കറിയാം. എനിക്കതിൽ ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ ഇത്രയും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അതേപടി നടന്നിട്ടുള്ളതാണ്. അത് മോശമാണെങ്കിലും നല്ല കാര്യങ്ങളാണെങ്കിലും. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, പൊക്കോ, നല്ല സമയമാണ്, ശുക്രനാണ്, നന്നായിട്ട് നിൽക്കും. പിന്നെ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു പുള്ളിക്കാരൻ, പിന്നെ കുറച്ച് വിഷമിക്കേണ്ടി വരും, അതൊക്കെ ഹാൻഡിൽ ചെയ്ത് നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഞാൻ കടന്ന് ഹാൻഡിൽ ചെയ്യുന്ന എനിക്കറിയില്ല, ഇത്രയും സിറ്റുവേഷൻ ഞാൻ അനുഭവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത് കേട്ടോ. പിന്നെ അമ്മയും അച്ഛനും നല്ല സപ്പോർട്ടായിരുന്നു, മാളും സപ്പോർട്ടായിരുന്നു. പേടിയുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ നിൽക്കും, കുക്ക് ചെയ്യാൻ അറിയത്തില്ല, പിന്നെ അത് കഴിഞ്ഞ് നീ എന്തെങ്കിലും പഠിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി കൊടുത്ത് എല്ലാം
കഴിഞ്ഞപ്പോൾ ഞാൻ പുതിയൊരു അനുവായിട്ടാണ് ഇറങ്ങിയത്. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് എന്നെ പറ്റി ഇങ്ങനെയായിരിക്കും ഇമേജ്, അങ്ങനെയായിരിക്കും, അങ്ങനെ അനുവിന്റെ മനസ്സിൽ എന്തായിരുന്നു? നെഗറ്റീവ് ആയിരിക്കും. വിചാരിച്ചോ? ചേച്ചി ഒരു 25 പേരുണ്ടെങ്കിൽ 25 പേരിൽ 24 പേര് അവിടെ എല്ലാവരുമായിട്ട് ഞാൻ വഴക്കാം എന്ന് പറഞ്ഞാൽ ആരും ഒരു ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്നാലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. ഇപ്പം എനിക്ക് നല്ല സുഹൃത്തുക്കൾ അതിലെ 100 ഇപ്പോഴും അവർ തന്നെയാണ്. അപ്പൊ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി കണ്ടാൽ ശരി എന്ന് പറയും, തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുന്നവർ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്ന് വിചാരിച്ചിട്ട് എന്നെ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്ത് ഞാൻ നിൽക്കാൻ പാടില്ല, നിങ്ങൾ നിൽക്കാൻ പാടില്ല, നിങ്ങൾ പറഞ്ഞു തെറ്റാണെന്ന് എന്നെ ചൂണ്ടിക്കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ നിന്നവരാണ്. അപ്പോൾ അവരായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ ഉള്ളിലൊരു വിഷമം വരും. കാരണം ഒറ്റയ്ക്കാണല്ലോ. ഇപ്പം നമുക്ക് കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ എടുത്ത് അച്ഛനമ്മയെ വിളിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കാം, ഇറങ്ങി എങ്ങോട്ടെങ്കിലും ഓടാം, ഒളിച്ചെങ്കിലും ഇരിക്കാം. ഇത് ടോയ്ലറ്റിൽ പോയിരിക്കാൻ പറ്റത്തില്ല, ഡ്രസ്സിംഗ് റൂമിൽ പോയിരിക്കാൻ പറ്റത്തില്ല, ഒരു കോർണറിൽ പോയിരിക്കാൻ പറ്റത്തില്ല. എവിടെ പോയാലും അനുമോൾ പോയി അവിടെ ഇരിക്കേണ്ടത്. അങ്ങനെ ഒരു സൗണ്ട് വരും, അനുമോൾ എന്താണ് അനുമോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്, അങ്ങനെ അനുമോൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്, അങ്ങനെ ഒരു വരും. ബിഗ് ബോസിനെ എപ്പോഴെങ്കിലും ശപിച്ചിട്ടുണ്ടോ? ഇല്ല എനിക്ക് വേറെ പണിയൊന്നുമില്ല, അങ്ങനെ പറഞ്ഞു ഉറപ്പൊന്നുമില്ല എന്ന്. വേറെ പണി ഇല്ലാത്തതുകൊണ്ടാണ് ട്രോഫി എന്നത്. അല്ല, ഞാനത് പറഞ്ഞു പോകുന്നതാണ്. നമുക്കിപ്പോ വിഷമം, നമുക്കിങ്ങനെ ഒന്നത്തെ കാര്യം, ഞാനിപ്പോ വിഷമം കൊണ്ട് എനിക്ക് കരയാനും പറ്റത്തില്ല. കരയുമ്പോ ഇങ്ങനെ ഇരിക്കുന്ന ക്യാമറ അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന എന്റെ അടുത്തോട്ട് വരും. അപ്പൊ എനിക്ക് സൗണ്ട് കേൾക്കാം നേരെ കൂടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അവിടെ പില്ലൊക്കെ കാണൂല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കാറുണ്ട്. കാരണം ഞാൻ കരയുന്ന മുഖം കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഫേസിനും ഭയങ്കരമായിട്ട് വിഷമിക്കുവാനും, ഞാൻ കരയുന്നത് കാണുന്ന വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ, അപ്പൊ അവർ കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പില്ലൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ മൂടിക്കിടക്കുന്നതൊക്കെ മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട് കരയാതിരിക്കാൻ വേണ്ടി. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ജോത്സ്യന്മാരൊക്കെ പറഞ്ഞു തന്നിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞ ചേച്ചി, അത് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് കേൾക്കുന്നവരും കാണുന്നവരൊക്കെ വിചാരിക്കും ഇത് ഈ പെണ്ണ് എന്ത് പൊട്ടത്തര വിളിച്ച് പറഞ്ഞത്. എനിക്കെന്തോ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി എനിക്ക് ബാക്കിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഒരു ഓറ ഉണ്ടായിരുന്നു. എനിക്ക് ഓറ അല്ലെങ്കിൽ ഉണ്ട്, അത് വേറെ കാര്യം. ഞാൻ അരയിലെ എലസായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ഓറ ഉണ്ട്. കാരണം മുന്നേ നടക്കാൻ പോകുന്ന, അതായത് ഇനി നടക്കാൻ പോകുന്ന കാര്യം എനിക്ക് നേരത്തെ എനിക്ക് മനസ്സിലത് വരും. അങ്ങനെയാണ് ഈ കല്യാണം വന്നിട്ടുണ്ടോ? അതൊക്കെ ഉണ്ട്. അതും അതിന് മുന്നുള്ള കുറേ സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതൊക്കെ എനിക്ക് അങ്ങനെ. ചേച്ചിക്ക് കുറേ കാര്യങ്ങൾ ചേച്ചിക്ക് നന്നായിട്ട് അറിയാം, അതിപ്പോ ഇവിടെ പറയണ്ട. അപ്പൊ അത് ഓരോ ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും ഈ ബിഗ് ബോസിൽ നിന്ന് 100 days കഴിഞ്ഞാലും ഭയങ്കര സന്തോഷത്തില് ഈ ട്രോഫിയും കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ട്രോഫിയും കൊണ്ട് അനു പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആക്ച്വലി അനു ഉദ്ദേശിച്ച പോലെ ആയിരുന്നോ ഇറങ്ങിയതിന് ശേഷം? എന്തായിരുന്നു അനുവിന് ഏറ്റവും ഷോക്ക് ചെയ്ത കാര്യം? ആ ബിഗ് ബോസിൽ വിന്നർ എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ലെഫ്റ്റ് സൈഡിൽ നിന്നപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നതല്ല. കാരണം അപ്പോഴൊക്കെ എന്റെ മൈൻഡ് ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു. കാരണം ഇവിടം വരെ എത്തിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഹാപ്പി ആയിട്ടല്ല ഇറങ്ങിയല്ല, ഒരിക്കലും അല്ല. വിന്നറായിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഒരിക്കലും, കാരണം അപ്പോഴും ബ്ലാങ്ക് ആയിരുന്നു. കാരണം ഇതൊക്കെ എന്താ നടക്കുന്നതെന്നുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം പുറത്ത് ഇങ്ങനെയൊക്കെ നടന്നു എന്നുള്ള കാര്യം നമ്മൾ പിന്നല്ലേ അറിയുന്നത്. കാരണം അന്ന് ആ സമയത്ത് എൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാത്ത കുറ്റം തലയിൽ വന്നു. ഇനിയിപ്പം ഓരോ പ്രശ്നങ്ങൾ ഇനി പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ കല്ലെറിയോ? കാരണം എനിക്കും ദൈവത്തിന് ഒരു കാര്യം ചോദിക്കട്ടെ, ബിഗ് ബോസിൽ നിന്ന് അന്ന് ശരിക്കും ലൈക്ക് നിങ്ങളെല്ലാവരും ലൈവ് കാണുന്നു, അന്ന് ആ ഒരു ബിഗ് ബോസ് ആ ഒരു മൊമെന്റോ അനുവിന്, ആ ട്രോഫി അനുവിന് കിട്ടുകയാണ്. ഈവനിങ് എല്ലാവരും കൂടെ ഹോൾ ഏഷ്യനെറ്റ് ടീം, ഹോട്ട്സ്റ്റാർ ടീമും കൂടെ ഒരു പാർട്ടി ഉണ്ടാവുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ഡേ കാലത്താണ് അനുവും ചേച്ചിയും തമ്മിൽ കാണണേ. എപ്പോഴാണ് അറിയുന്നേ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ? ഈ ബിഗ് ബോസിൽ ഇറങ്ങിയപ്പോൾ ബിഗ് ബോസിൽ നമ്മൾ ഈ ഓഡിയൻസ് ഇരിക്കുന്നില്ല, സൈഡിൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ടൈമിൽ വളരെ കുറച്ച് പേരുടെ മുഖത്ത് മാത്രമേ ചിരിയുള്ളൂ. അപ്പൊ അതിൽ കുറെ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലായി, അപ്പൊ എല്ലാവരുടെ മുഖത്തും ആരുടെ മുഖത്ത് സന്തോഷമൊന്നുമില്ല. ബിഗ് ബോസ് നമ്മുടെ കണ്ണ് കെട്ടി കാറി കയറ്റി നമ്മുടെ ഈ പറയുന്ന സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തമിഴ് ആൾക്കാരാണ് അവിടെ ഉള്ള എല്ലാവരും. ചെന്നൈയിൽ ഈ ക്രൂ എല്ലാവരും എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം. കേറുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന സ്നേഹമല്ല, ഇറങ്ങിയപ്പോ എല്ലാവരും വന്നിട്ട് വിന്നർ ആയിട്ടില്ല, അതിന് മുന്നേ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരുണ്ട് അതിനിടയിൽ. പിന്നെ അതിന് മുന്നേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി വന്ന ടൈമിലും അവര് ഫേസ് മാസ്ക് ചെയ്ത. പക്ഷെ നമുക്ക് ഒരാൾ നമ്മുടെ കണ്ണ് മാത്രം കാണിക്കുമ്പോൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ. എനിക്ക് മനസ്സിലാവും എൻ്റെ അടുത്തൊരു ഇഷ്ടം. കാരണം ഞാൻ അനുഭവിച്ചതെല്ലാം കണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല.
പക്ഷെ ശരിക്കും കണ്ണ് കെട്ടി ബിഗ് ബോസിൽ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ എല്ലാവരും ആ അനുമോൾ എന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട്, സിമ്പതി കാണിക്കുന്നുണ്ട്, ഒരു എളിമ കാണിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ ഞാൻ അതിലൊന്നും അപ്പോഴൊന്നും എനിക്ക് അറിയില്ല, ഞാൻ വീണില്ല. അതെന്താ വീഴത്തെന്ന് പറയുമ്പോ മസ്താനിക്ക് ഒരു കുറെ പ്രശ്നമായിട്ട് അവൾ നെഗറ്റീവായിട്ട് ഇറങ്ങിയ. അപ്പൊ അവൾക്ക് ഒരു സോഫ്റ്റ് കോർണർ ആർക്കുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു. കാരണം അവര് ഇങ്ങനത്തെ സാധനം പുറത്തിറങ്ങിയത് കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എനിക്ക് അത് തന്നെയാണ് സെയിം സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കിയത്. ഇറങ്ങി കഴിയുമ്പോൾ എന്റെ കയ്യിൽ ഫോണൊന്നും ഇല്ല. നേരെ ഞങ്ങൾക്ക് നേരെ ഈ ഇന്റർവ്യൂവിനോട്ട് കൊണ്ടുപോയി വിന്നറായിട്ട് കപ്പൻ കിട്ടിയിട്ട് അപ്പൊ തന്നെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നേരെ അഞ്ജന ചേച്ചി എടുത്തോട്ട് ഇന്റർവ്യൂവിന് കൊണ്ടുപോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആട് ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല. അത് അനു ഇറങ്ങിയതിന് ശേഷം എന്താന്ന് വെച്ചാൽ അനു ഹാൻഡിൽ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, എനിക്ക് എൻ്റെ അച്ഛനെ വിളിച്ചാൽ മതി. ഞാൻ ബിഗ് ബോസിനകത്ത് വെച്ചും പറഞ്ഞു ഫോൺ കൈ കിട്ടിയാൽ ഞാൻ എൻ്റെ ആദ്യം വിളിക്കുന്നത് എൻ്റെ അച്ഛനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഡ്രസ്സ് മാറിയിട്ട് നേരെ എൻ്റെ കാരവനിൽ പോയിട്ട് ഡ്രസ്സ് മാറി നേരെ ഞാൻ ഈ പറഞ്ഞ പാർട്ടി നടക്കുന്ന സ്ഥലത്തോട്ട് പോയപ്പോൾ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് എല്ലാവരും കൂടെയുള്ള ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാവരും പാർട്ടിയിൽ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിന്റെ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. നമ്മളെല്ലാം മീഡിയ പേഴ്സണാലിറ്റീസ് ആയതുകൊണ്ട് ആ ഫോട്ടോ കാണുമല്ലോ. അതിന് മാത്രം ഹാപ്പി അല്ല, ബാക്കി എല്ലാവരും ചാടിത്തുള്ളി എൻജോയ് ചെയ്യാണ്. പക്ഷെ ഞാൻ മാത്രം ഇങ്ങനെ വിന്നറായി നിന്നിട്ട് ഒരാള് മാത്രം ഒറ്റപ്പെട്ട ഒരു മൂലയിൽ നിൽക്കുന്നുണ്ട്. കാരണം എന്റെ കയ്യിൽ ഫോണില്ല. പിന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആ ഫോട്ടോ ഞാൻ ഫോട്ടോ കണ്ടു. അപ്പൊ ഭയങ്കര ഹാപ്പി. ഡ്രസ്സിന്റെ കളർ വരെ ഞാൻ പറഞ്ഞു. അതെ അതെ. അപ്പൊ എല്ലാവരും എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി എല്ലാവരും വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഫുഡ് കഴിക്കാൻ പറയുന്നു. ഫുഡ് കഴിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് കാരണം എനിക്ക് അച്ഛനമ്മയൊക്കെ കാണണം, അങ്ങനെയായിരുന്നു. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങിയപ്പോ എന്താ അപ്പൊ ആ ടൈമിൽ ഞാൻ അഞ്ജന ചേച്ചിയെടുത്ത് പറഞ്ഞു ഒന്ന് ഫോൺ തരുമോ, അച്ഛനെ വിളിക്കാന്ന് പറഞ്ഞു. കുട്ടി വീണ്ടും ആ 100ാമത്തെ ദിവസത്തേക്ക് പോയിട്ടോ. അത് ആലോചിച്ചപ്പോ ഓക്കെ അയ്യോ കരയരുന്ന് പറഞ്ഞിട്ട് അമ്മയും ചേച്ചിയും വിട്ടത് എൻ്റെ അടുത്ത്. അല്ല ഞാൻ പെട്ടെന്ന് മനുഷ്യരല്ലേ ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എപ്പോഴും വരും ഇങ്ങനെ. ഇത്രയും മാസം ഇതിനിടയ്ക്ക് ഈ കാര്യത്തെ പറ്റി ആരും സംസാരിക്കാറില്ല. ഞാൻ സംസാരിച്ചാൽ ഞാൻ ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞില്ലേ, പോവാൻ പറ, നമ്മുടെ പുതിയ കരിയർ പുതിയ ലൈഫൊക്കെ ആയിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ചില്ലായിട്ട് സംസാരിക്കുന്നത്. പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനുഷ്യരാകുമ്പോൾ അനുഭവിച്ചതല്ലേ. എന്നിട്ട് ഞാൻ അഞ്ജനോട് എനിക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞു. ചേച്ചി എന്നാ ഒന്ന് ഫോണൊന്ന് എടുത്ത് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ അച്ഛനെ വിളിച്ചു. മക്കളെ എന്നൊരു വിളി കിട്ടും. അത് ഞാൻ പ്രതീക്ഷിച്ചൊരു വിളിയായിരുന്നു. ഒന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുക മാളു അപ്പോഴും പറഞ്ഞില്ല, പിന്നെയാണ് പറയുന്നത് ഹാപ്പി ആയിട്ടിരിക്കുക, ഒന്നുമില്ല, നമ്മളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് മക്കളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അവിടെ പോയി ഞാൻ ഫുഡൊക്കെ കുറേ വാരി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പാർട്ടി കഴിഞ്ഞൊന്ന് പോയാൽ മതി എന്നായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ലക്ഷ്മി പറഞ്ഞ് ഞാനും വരുന്നുണ്ട് അനുവിൻ്റെ കൂടെ. അനുവിൻ്റെ ചേച്ചി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു അനുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം, അനുവിനെ കെയർ ചെയ്യണം എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്കൊന്ന് ഫോൺ കിട്ടിയാൽ മതി. കാരണം ഫോൺ അപ്പോഴും കിട്ടിയില്ല, രാവിലെ കിട്ടിയത് എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഹോട്ടലിലാണ്, കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ രാവിലെ ആയപ്പോൾ മാളു കണ്ടില്ല, വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഞാൻ വന്നിട്ട്. എൻ്റെ ചേച്ചിയുടെ മാളുവിനെ ആദ്യത്തെ മക്കളെന്നൊക്കെ വിളിക്കുന്നത്. അനു എപ്പോഴും ഞാൻ അനുവിന്റെ ഒരു ചേച്ചിയായിട്ടാണ് സ്റ്റാർ മാജിക്കിൽ അറിയപ്പെടുന്നത്. അനു എപ്പോഴും പറയാറുണ്ട് ചേച്ചി എക്സ്പ്രസ് ചെയ്യില്ല, അവള് കൊഞ്ചിക്കില്ല, ഉമ്മ ശരി കൊഞ്ചിക്കില്ല, ഉമ്മ തരത്തില്ല. ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരി എനിക്ക് എൻ്റെ അമ്മയില്ലേ, സത്യം പറഞ്ഞാൽ എനിക്ക് 2 അമ്മമാരാണ്. മാളും അമ്മയാണ് ശരിക്കും പറഞ്ഞത്. കാരണം അമ്മ എന്താണ് ചെയ്യുന്നത് അതാണ് അവളും ചെയ്തു തരുന്നത് എനിക്ക്. അപ്പോൾ അവൾ പറഞ്ഞു മക്കളെ ഒന്നുമില്ല, നീ ഹാപ്പി ആയിട്ടിരിക്കുക, വേറെ ഒരു പ്രശ്നമില്ല, ഇനി എന്തൊക്കെ വന്നാലും നീ സൂക്ഷിക്കണം. പുറത്തൊക്കെ ചിലപ്പോൾ ആൾക്കാർ എന്ത് വേണമെങ്കിലും ചെയ്യാൻ മടിക്കാത്തവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓടി എത്തിയതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ നീ അനുപനെ വിളിക്കണം, ലക്ഷ്മി ചേച്ചി വിളിക്കണം, ഷിയാസിനെ വിളിക്കണം, ബിനീഷ് ബാസിനെ വിളിക്കണം, ബിനു അടിമല്യെ വിളിക്കണം, നമ്മുടെ അഖിൽ കവിനെ വിളിക്കണം. അപ്പോൾ ഇവർ എല്ലാവരും പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഇവർക്ക് ഭയങ്കര സപ്പോർട്ട് കേട്ടോ, നീ ഫോൺ അവളെ ഞാൻ വന്ന ഉടനെ ഫോൺ തരും, എല്ലാവരും വിളിക്കണം. അങ്ങനെ അവൾ വന്നോ ഫോൺ. അപ്പോഴാണ് ഞാൻ അനുപടിനെയൊക്കെ രാവിലെ വിളിക്കുന്നത് 6 മണി ആ ടൈമിൽ. അനുപടിനൊക്കെ ഭയങ്കര ഉറക്കമായിരുന്നു, ചേച്ചി ഉറക്കത്തിലായിരുന്നു. പിന്നെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞു.
അപ്പൊ പിന്നെ ചേച്ചി ഓരോ കാര്യങ്ങൾ അനുവിന്റെ റിസൾട്ട് ലൈക്ക് വന്ന സമയത്ത് ചേച്ചിയായിട്ടും ചേച്ചി ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ ഇൻ ടച്ചിലാണ്. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോ ഏറ്റവും ഷോക്കിംഗ് ആയത് അനുവിന് എന്താ? എയർപോർട്ടില് ഫ്ലൈറ്റിൽ ഞങ്ങൾ ഫ്ലൈറ്റിലെല്ലാവരും വന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്കറിയില്ലല്ലോ പുറത്ത് ഇത്രയും ആൾക്കാർ ട്രിവാൻഡ്രംകാർ. അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ കൊച്ചിയിൽ വന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ട്രിവാൻഡ്രത്തേക്കാണ് ഇറങ്ങുന്നത്, നമുക്ക് ഞാൻ ട്രിവാൻഡ്രംകാരിയാണല്ലോ. അപ്പോൾ എൻ്റെ ട്രിവാൻഡ്രത്ത് തന്നെ വന്ന് ഇറങ്ങണം. ഇനിയിപ്പോൾ അപ്പോൾ ചേച്ചി അപ്പോഴും പറയുന്നില്ല എൻ്റെ അടുത്ത്. ഇനി അവിടെ ഇറങ്ങുമ്പോൾ അവൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സഹിക്കാൻ വേണ്ടി എന്നെ തയ്യാറായിക്കോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ മഹേഷനെ വിളിച്ചു, ചേച്ചിയുടെ ഹസ്ബൻഡ്. ചേട്ടാ പുറത്താരെങ്കിലൊക്കെ ഉണ്ടോ? ഇല്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ, നീ വന്നോന്ന് പറഞ്ഞു. ചെന്നപ്പോൾ എൻ്റെ ചേച്ചി എനിക്കറിയില്ല ഭയങ്കര ജനമായിരുന്നു. കുഞ്ഞു മക്കള് മുതല് പിന്നെ വീഡിയോസ് സോഷ്യൽ മീഡിയയില് മൊത്തത്തിൽ വൈറലായിരുന്നില്ലേ? അപ്പൊ ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത് എനിക്കൊരിക്കലും ആ ഒരു സിറ്റുവേഷൻ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് പേര് ഇങ്ങനെ നിറച്ച് മാലയിടാൻ വേണ്ടി നിൽക്കുന്നു. ഈ അമ്പലങ്ങളിലൊക്കെ നമ്മൾ മാലയിടാൻ നിൽക്കത്തില്ലേ, നട തുറന്നെങ്കിൽ മതി ദേവിക്ക് അങ്ങനത്തെ ഒരു അത് കണ്ടപ്പോൾ സന്തോഷമാണ്. പിന്നെ എന്ത് ചെയ്യണം, എനിക്ക് അവിടുത്തെ ഇങ്ങനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. കുറേ പേര് കാണാം. അപ്പോൾ പിന്നെയാണ് എനിക്ക് ആലോചിച്ചപ്പോൾ വീഡിയോ കണ്ടപ്പോഴും ഇവരൊക്കെ നിൽക്കായിരുന്നോ മാലയിടാൻ വേണ്ടിയിട്ടെന്നൊക്കെ. പിന്നെ ഞാൻ നേരെ കുറെ പേര് അവിടെ നിന്ന് സെക്യൂരിറ്റിയൊക്കെ കൊണ്ട് കാറിൽ കയറ്റി. പിന്നെ എന്റെ കിയ വണ്ടിയിൽ അമ്മയുടെ അടുത്ത് എന്താ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കാൻ പറയരുത് അമ്മയുടെ അത് ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ആലോചിച്ചൊക്കെ ഞാൻ ബിഗ് ബോസിൽ ഇരുന്ന് ആദില നൂറടുത്ത് പറയും, ചെന്നുടനെ എനിക്ക് ചോറ്, കപ്പ, മീൻ, പിന്നെ ഫിഷ് എന്ന് പറയുമ്പോൾ അയല ഫ്രൈ വേണം, പ്രോൺസ് വേണം, ക്രാബ് വേണം, പിന്നെ എനിക്ക് കണവ വേണം. അപ്പം അമ്മ എല്ലാം നെത്തോലി വരെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അവിയൽ വേണം, എനിക്ക് ഇഷ്ടമുള്ള എല്ലാം വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ചെന്നുടനെ കുട്ടിക്ക് അമ്മ വായല് കൊടുത്തു. അയ്യോ അടിവയറ്റില് മഞ്ഞ് വീണൊരു സുഖം ചെയ്തു. കാരണം നമ്മൾ അത്രയും നാളും ചപ്പാത്തിയും ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള, കാരണം റേഷൻ മാത്രം കഴിച്ചുകൊണ്ടിരുന്നവരല്ലേ. ഇടയ്ക്കൊക്കെ കിട്ടും കേട്ടോ, നമ്മൾ തിരുന്നതിന് മുന്നേ നല്ല ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ വീട്ടിലെ ഫുഡ് എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യലാണ്. ഇറങ്ങിയതിന് ശേഷേ ഈ ചെയ്യാത്ത കുറ്റത്തിന് നമുക്ക് ആരോപണം കിട്ടുക, അത് നമ്മളെ ഭയങ്കരമായിട്ട് തകർക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇപ്പൊ എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ ഒന്നാമത്തെ കാര്യം 100 ദിവസം ഇപ്പൊ ഇപ്പം അതിനകത്തല്ല, പുറത്തിപ്പോൾ നമുക്ക് തെറ്റ് ചെയ്താൽ ഓക്കെ, തെറ്റ് ചെയ്തു എന്നൊക്കെ പറയാം, അത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഈ 100 ദിവസം അവിടെ നിൽക്കുമ്പോൾ ഈ പ്രേക്ഷകർ പൊട്ടന്മാരല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധമുണ്ട്. പിന്നെ ഇവിടെ ഈ പറയുന്ന ഇത്രയും ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം അവിടെ ഉള്ളവർക്ക് അറിയില്ലെങ്കിൽ എനിക്കുണ്ട്. നമ്മൾ കാണിക്കുന്ന ഓരോ ചെറിയ നുണകളാണെങ്കിലും ചെറിയ കള്ളത്തരങ്ങളാണെങ്കിലും കണ്ടുപിടിക്കുന്ന ഒരു ബോധത്തോടു കൂടിയാണ് ഞാൻ ആ ഒരു ഹൗസിലോട്ട് പോകുന്നത് തന്നെ. അപ്പോൾ അവിടെ ഒരു കള്ളത്തരം എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, കാണിച്ചിട്ടുമില്ല. ഞാൻ സത്യം പറയാലോ, ഇഷ്ടംപോലെ കള്ളത്തരങ്ങൾ ചാൻസ് കിട്ടിയില്ല, അതുകൊണ്ട് ചാൻസ് ഇല്ല കാണിക്കാനുള്ള പിടിക്കും. അതുകൊണ്ട് ഞാനായിട്ട് നിന്നു, പേടിച്ചിട്ടും അങ്ങനെ കാണിക്കേണ്ടെന്നൊരു മെന്റിൽ അങ്ങനെ വന്നു, എനിക്ക് തോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, ഒരിടത്തും തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ പല ആൾക്കാരും അതിനകത്ത് ഞാൻ പല സിറ്റുവേഷനിലും എന്നെ വേദനിപ്പിച്ച സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഉള്ളിലുള്ള ആ വിഷമവും ദേഷ്യവും കൊണ്ട് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും കുറ്റം സമ്മതിക്കുകയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ പണ്ടത്തെ സ്റ്റാർ മാജിക്കിലുള്ള അതേ ഓഡിയൻസ് തന്നെയാണോ ഇപ്പോഴും? അതെ, കാരണം ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എൻ്റെ ഇന്റർവ്യൂവിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് അനുമോക്ക് ബിഗ് ബോസ്, അല്ലെങ്കിൽ ബിഗ് ബോസ് എന്തിനാണ് അനുമോക്ക്? ഞാൻ പറഞ്ഞു സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ഷോയിൽ കൂടിയാണ് ഞാൻ വന്നത്, എന്നെ വളർത്തി ഇതുവരെ എത്തിച്ച വ്യക്തികളാണ്. ഞാൻ എടുത്തു പറഞ്ഞു നിങ്ങളെ കാര്യം. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ അനുമോൾ എന്ന് പറയുമ്പോൾ വീട്ടിലെ കുട്ടി, കളി, തമാശ, എൻ്റെ നെഗറ്റീവ് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പോൾ എൻ്റെ പോസിറ്റീവ് സൈഡ് കണ്ടിട്ടാണ് എല്ലാവരും കുറുമ്പി, വീട്ടിലെ അനുകുട്ടി എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത്. ശരിക്കും എന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ശരിക്കും ആ പ്രേക്ഷകർ അറിയണം. കാരണം അത് അറിയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. കണ്ടു കഴിഞ്ഞു, ഞാനായിട്ട് നിന്നു, തിരിച്ചു വന്നു. എല്ലാ മനുഷ്യർക്കും പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. ആരും പെർഫെക്റ്റ് അല്ല അല്ലേ? പിന്നെ ഈ കുറ്റം പറയുന്ന ആൾക്കാർ അവരവരെ പറ്റി ചിന്തിക്കത്തില്ല. അവർ വിചാരിക്കുന്നത് അവർക്ക് പോസിറ്റീവ് മാത്രം ചിന്തിക്കുന്നവർ, ആരെയും കുറ്റം പറയാത്തവർ, ഈഗോ ഇല്ലാത്തവർ, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ ഒരു തോട്ട് അങ്ങനെയാണ്. അവരൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെന്നാണ് അവരുടെ വിചാരം. ആരുമില്ല, എല്ലാ മനുഷ്യരും, എല്ലാവർക്കും കുശുമ്പുണ്ട്, പിന്നെ എല്ലാം ഉണ്ട്, എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്. കഴിഞ്ഞ 7 മാസമായിട്ട് എൻ്റെ യൂട്യൂബിൽ ഏറ്റവും അധികം കമൻസ് വരുന്നത്, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം കമൻസ് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ലക്ഷ്മിയും അതുപോലെ തന്നെ അനുമോളും നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ, നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം, ഇങ്ങനെയുള്ള കുറച്ച് കമന്റ്സ് വന്നിരുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഞാനും ലക്ഷ്മി ചേച്ചി തമ്മിൽ ഒരു പ്രശ്നമില്ല, അതും വെറും തെറ്റിദ്ധാരണയാണ്. പിന്നെ ഈ ആളുകൾക്ക് എന്ന് പറയുമ്പോൾ വെറുതെ ആളുകൾ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി പറയാമല്ലോ, അത് പറയാൻ പറ്റത്തില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെയാണ് ആളുകളുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ വീട്ടിലായിരുന്നു. ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ഈ ഇനാഗുറേഷനും കാര്യങ്ങളും ഈ നവംബർ ഡിസംബർ മാസം നല്ല ഇനാഗുറേഷൻ ആയിരുന്നു. കാരണം നല്ല ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു, പ്രോഗ്രാം കാര്യങ്ങൾ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ആരെയും പോയി നേരിൽ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയാം എൻ്റെ ഉള്ളിലുണ്ട് എന്നെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തു, എനിക്കെതിരെ ആരൊക്കെ മോശമായിട്ട് സംസാരിച്ചു എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം സ്നേഹം എപ്പോഴും ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനി വിളിച്ചോ അല്ലെങ്കിൽ പോയോ അങ്ങനെ ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം ലൈഫ് ലോങ് ഉണ്ടാവും, എനിക്കും ഉണ്ടാവും. അയാൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുള്ളത് എനിക്ക് നല്ല ബോധമുണ്ട്. അതൊരിക്കലും അങ്ങനെ കളയുന്നൊരു വ്യക്തിയല്ല ഞാൻ. നന്ദിയുള്ളവളാണ് ഞാൻ. അപ്പോൾ ലക്ഷ്മി ചേച്ചി എന്നെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഫുൾ വീഡിയോ എനിക്ക് ചേച്ചിയുടെ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരുടെയും വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇത്രയും നെഗറ്റീവ് കമന്റ്സ് അതിൽ ചേച്ചിക്ക് വരുന്നുണ്ടായിരുന്നു. ചേച്ചിക്കോ ചേച്ചിക്ക് വന്നിട്ടില്ലേ? എനിക്കല്ല, നമുക്കിടയിൽ എന്താണ് പ്രശ്നം സപ്പോർട്ട് ചെയ്തതിന് ഞാൻ പറയുന്നത്. അനീഷിന്റെ നെയ്ബറും കൂടെയാണ് കേട്ടോ. അനീഷയുടെ അതിനകത്ത് ഇരുന്നിട്ട് ചേച്ചിയെ പറ്റി സംസാരിക്കാറുണ്ട്, അതൊക്കെ കണ്ടായിരുന്നു. എപ്പിസോഡ് വന്നായിരുന്നു. ഒരു വ്യക്തി എന്ന് പറഞ്ഞു, പേര് ലാസ്റ്റ് പറഞ്ഞു, നക്ഷത്രം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ കഥകളും പറഞ്ഞു. ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ 4-5 മാസം മനു തിരക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ കാണാം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തോ ലൈക് എബ്രോഡൊക്കെ ആയിരുന്നു, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ എനിക്ക് കുറച്ച് ഉള്ളിന്റെ ഉള്ളിൽ വന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ചേച്ചി അതിപ്പം ബിഗ് ബോസിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ ചേച്ചിയെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അനുപേണ്ണ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആകെപ്പാടെ കാണുന്നത് ഷിയാസിക്കായിരുന്നു. പിന്നെ ബിനീഷ് ബാസിനെ ഞാൻ കണ്ടത്, ചേട്ടനെ കണ്ടത് ചേട്ടനും പുള്ളി കല്യാണ സമയമായപ്പോൾ അവിടെ നമ്മുടെ ഒബ്രമോളിൽ ഇരുന്ന് എഴുതായിരുന്നു, ലിസ്റ്റ് ഇരുന്നു. ആ ടൈമിലാണ് കാണുന്നത്. ശരിക്കും എന്താ പറയാ, പിന്നീട് ലൈക് അനുവായിട്ട് സംസാരിച്ചപ്പോ അനു എൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അനു ലൈക് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ചേച്ചിക്ക് അറിയില്ല ഈ 5 മാസം എനിക്ക് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ കൂടെ ഞാൻ ഡിപ്രഷന്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു. അത് പ്രേക്ഷകർക്ക് അറിയണ്ടാവില്ല. ആയിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേര്. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അനുമോളെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ, അനുമോളെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, അനുമോൾക്ക് മാത്രമേ നിങ്ങൾ കൂടെ ഇരിക്കാൻ പാടുള്ളൂ എന്നൊന്നും എടുത്ത് എഴുതി വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, അത് സ്വാഭാവികം. ഇപ്പം ഈ പറയുന്ന 25 പേരുണ്ടെങ്കിൽ ആ 25 പേരെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഈ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ആദിലെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ആദിലെ സ്നേഹിക്കുന്ന വ്യക്തി, ഈ ഓഡിയൻസ് വിചാരിക്കുകയാണ് ആദിൽ വിന്നറായാൽ മതി, അനുമോളാകണ്ട. അപ്പോൾ അവർക്ക് എന്തായാലും ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എതിരെ ഇപ്പോഴും ഇടുന്നവരുണ്ട്, ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ഏറ്റവും വിഷമമായ നെഗറ്റീവ് കമന്റ് എന്താ? ഭയങ്കരമായിട്ട് എത്രയൊക്കെ നമ്മൾ കമന്റ്സ് വായിക്കില്ല എന്ന് പറഞ്ഞാലും ഇപ്പോഴും നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർ ഒത്തിരി ഉണ്ട്. കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ അടുത്ത് തോന്നുന്നറിയാമോ, ഈ ലൈഫിൽ ഇപ്പോൾ നെഗറ്റീവ് കമന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അനുമോള് വിന്നറാവാൻ പാടില്ലായിരുന്നു, അനുവിന് അതിനുള്ള യോഗ്യത ഇല്ല എന്ന് പറയും. അപ്പോൾ ഞാൻ ഓക്കെ, അത് അവരുടെ കാഴ്ചപ്പാടല്ലേ. കാരണം ഇപ്പോൾ ചിലപ്പോൾ പുള്ളിക്കാരൻ അനീഷിൻ്റെ ഫാനായിരിക്കാം, അക്ബറിൻ്റെ ഫാനായിരിക്കാം, അല്ലെങ്കിൽ നൂറാദിലെ ഫാൻ, അല്ലെങ്കിൽ നമ്മുടെ നെവിൻ്റെ ഫാനായിരിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റെ ഫാനായിരിക്കാം. അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് സ്നേഹിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ ഫാൻസ് ആയിട്ട് ചെന്നിട്ട് വേറെ കമന്റ് ഇടും, അത് അവർ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ്. പക്ഷെ അതല്ല എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവുന്നത്. വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ വന്നിട്ട് ഭയങ്കര മോശമായിട്ട് ഒന്നും അറിയാണ്ട് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ അത് ഒന്നുമില്ല, ഒരുപാട് ഫേസ്ബുക്കിലട്ടോ, ഫേസ്ബുക്കിൽ അമ്മാവന്മാരാണ് ഇടുന്നത് കൂടുതൽ. എന്ന് പറഞ്ഞാൽ അത് പറയാൻ പാടില്ലാത്ത കുറേ ഭയങ്കര മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അത് പറയാൻ പറ്റത്തില്ല ചേച്ചി. നമുക്കിപ്പോൾ ഇതിൽ കൂടെ പറയാൻ പറ്റാത്ത കുറേ കാര്യം. അത് കാണുമ്പോൾ എനിക്കങ്ങോട്ട് എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ തിളച്ച് കയറും. ഞാൻ പോയിട്ട് തിരിച്ച് ഞാൻ റിപ്ലൈ കൊടുക്കും.
നല്ല റിപ്ലൈ കൊടുക്കും. എന്തിന് നമ്മുടെ ചേച്ചി കാരണം വെച്ചാൽ അത് ഒരിക്കലും പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഇടാൻ കാരണം അവർക്ക് ചിലപ്പോൾ ഈ ഇടുന്നവൻ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ PR ആയിരിക്കാം. അല്ല, ഇടുന്ന അക്കൗണ്ട് ഞാൻ പറയുന്നത് ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം. അപ്പം ഞാൻ ആലോചിക്കുന്നത് അവിടെ എന്തെന്നറിയോ, അവരൊരു മനുഷ്യനല്ലേ, നമ്മളെപ്പോലെ ചോറ് കഴിക്കുന്ന ആളാണ്, നമ്മളെപ്പോലെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഓടുന്ന അയാളുടെ ശരീരത്തിൽ ബ്ലഡ് ഓടുന്നുണ്ട്. അപ്പോൾ എന്തിനാ ഇയാൾ ഇങ്ങനെയൊക്കെ ഇത്രയും ക്രൂരായിട്ടുള്ള ഒരാളാണ്, എന്തിനാ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ, എന്ത് മനസ്സുഖമാണ് കിട്ടുന്നത്? അയാൾക്ക് എന്നെ പേഴ്സണലി അറിയത്തില്ല. പിന്നെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ലൈഫിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത ഇങ്ങനെ എന്താ പറയണ്ടേ, രക്ഷപ്പെടാതെ വീട്ടിൽ കയറി ചൊറിയും കുത്തി ഇരിക്കുന്ന ആളുകളാണ് ശരിക്കും ഇങ്ങനെ ഫോൺ എടുത്ത്. ഇപ്പം ഞാൻ കമന്റ് ഇടുന്നത് ചേച്ചി ഒന്ന് ആലോചിച്ചു, ചേച്ചിക്ക് വർക്കും കാര്യങ്ങളുണ്ട്, ചേച്ചി അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്നു, ഞാൻ എൻ്റെ ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകുന്നു. ചേച്ചി ആരെങ്കിലും അക്കൗണ്ടിൽ പോയി കമന്റ് ഇടാൻ നോക്കൂ? സമയമില്ല. അതെന്തുകൊണ്ട്? അപ്പൊ സമയം ഉള്ള ആൾക്കാർ, അതായത് ചൊറയും കുത്തി വീട്ടിൽ ഇരിക്കുന്ന ഫോൺ മാത്രം അഡിക്ഷൻ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് ഈ കമന്റ് ഇടുന്നത്. വെറുതെ അവർക്കൊരു മനസ്സുഖം ഇട്ടിട്ട് പോട്ടെ. പക്ഷെ നിങ്ങൾ എത്ര നെഗറ്റീവ് കമന്റ് ഇട്ടാലും എനിക്കതങ്ങ് കയറി ഞാൻ അങ്ങ് പോവുകയാണ്. എനിക്ക് ഒരു പ്രശ്നമില്ല, എനിക്ക് വളർച്ചയാണ് എനിക്ക് ഉണ്ടാകുന്നത്, എനിക്ക് താഴ്ചയല്ല വളർച്ച. നിങ്ങളെ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും അതിൽ നിന്ന് എനിക്കൊരു പ്രചോദനമാണ് ഉണ്ടാകുന്നത്. ഇട്ടല്ലേ പോട്ടെ, അവനെ പോകാൻ പറ, ചൊറിയും കുത്തി എവിടെ ഇരിക്കുന്നവൻ. കാരണം ചേച്ചി ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇൻഡസ്ട്രി വന്നിട്ട് ഇപ്പോൾ 12 വർഷമായി. അപ്പോൾ ആ ടൈം മുതൽ ഞാൻ എൻ്റെ ലൈഫ് ഞാൻ ആരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകത്തില്ല. എനിക്ക് ജീവിക്കണം, എനിക്ക് കാശുണ്ടാക്കണം, എൻ്റെ ഫാമിലി നോക്കണം, എനിക്കൊരു കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ എനിക്കും നല്ലത് ചെയ്യണം, ഞാൻ കാരണം ആരെങ്കിലും സന്തോഷിക്കണം എന്ന് ചിന്തിച്ച് പോകുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഞാൻ കാരണം ഒരാൾ ദുഃഖിക്കണമെന്ന് ചിന്തിച്ച് പോകുന്ന ആളല്ല. ഞാൻ കാരണം സന്തോഷിക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലൈഫിൽ നല്ലതേ വരുള്ളൂ. ഇപ്പം ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവന്മാരും അവളുമാരും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും രക്ഷപ്പെടാതെ വീട്ടിൽ ഇരിക്കുന്നവരാണ് എന്ന് ഞാൻ പറയുള്ളൂ. ഇത്ര കോൺഫിഡൻസ് ഉള്ള ഒരാൾ എന്തിനാ ഡിപ്രഷനിലേക്ക് പോയേ ആ ടൈമിലോ? ആ ടൈമിൽ അതായത് വന്നതിന് ശേഷം അതിന്റെ അടുത്ത് പറഞ്ഞിട്ട് തീരെ കോണ്ടാക്ട് അല്ല, കണ്ട് വരുമ്പോ ഇത് കാണുമ്പോ ഇപ്പോ സൈഡ് നോക്കുമ്പോ ഭയങ്കര വൈബ്. കാരണം പിന്നെ എനിക്കൊരു നല്ലൊരു പോസിറ്റീവ് സംഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എൻ്റെ നമ്പർ ലീക്കായത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. PR ത്രൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ലീക്കായപ്പോഴാണ് എത്രത്തോളം ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ അമ്മ മനസ്സിലാക്കിയത്. ഒരു ദിവസം 100-500 കോൾ എനിക്ക് വരും. ഞാൻ വരെ അനുവിന്റെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ വഴിപാട് ചെയ്യാൻ അനുവിന്റെ നാള് എന്റെ അടുത്ത് എത്ര പേര്, അമ്മമാര് അതൊക്കെ അവരുടെ ഇഷ്ടം. അതെ. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഈ നെഗറ്റീവ് കമന്റ് ഒക്കെ എന്തിനു നോക്കണം? ഞാൻ നോക്കുമ്പോൾ ഫേക്ക് ഒക്കെ ഉണ്ട്, പോകാൻ പറ, കുഴപ്പമില്ല. അപ്പോൾ ഈ സൈഡിൽ നിന്ന് കുറേ അമ്മമാരുടെ സ്നേഹവും സപ്പോർട്ടും എന്നെ കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നും പോട്ടെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഈ നെഗറ്റീവ് കമന്റ് ഒന്നും എൻ്റെ ലൈഫിൽ എനിക്കൊന്നുമല്ലതേ രോമമില്ല കേട്ടോ. എനിക്കൊന്നുമല്ല ചേച്ചി, ഒന്നുമേ അല്ല. ഇനി എന്തൊക്കെ എൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ എനിക്ക് ഒന്നും പറയാനില്ല, പുച്ഛം മാത്രം. ഓക്കെ. ഈ ബിഗ് ബോസിന് ശേഷം ടൈറ്റിൽ വിന്നറായി വന്നതിന് ശേഷം പണ്ടത്തെ ഫാൻസ്, പണ്ടത്തെ ഫ്രണ്ട്സ്, കൊളീഗ്സ്, ആർട്ടിസ്റ്റ് എല്ലാവരും കൂടെ തന്നെ ഉണ്ടോ? കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോ ഫ്രണ്ട്സ് അതുപോലെ ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിൽ എല്ലാവരും പിണക്കായിട്ട് അങ്ങനെ ആരുമില്ല. അതുപോലെ തന്നെ ഇപ്പൊ കാണുമ്പോൾ വിളിക്കും, ഇപ്പൊ ഫോൺ എടുത്തിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വിളിക്കൂ. കാരണം മുമ്പൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അല്ലെങ്കിൽ എല്ലാവരും എപ്പോഴും മിണ്ടാനായിരുന്നു. പക്ഷേ ഈ ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം നമ്മളതിന് പഠിച്ചൊരു പാടെന്ന് അറിയാമോ, എല്ലായിടത്തും ആവശ്യത്തിന് മതി, ആരുടെ അനാവശ്യമായിട്ട് വേണ്ട. അനു എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കുറേ പേരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു വ്യക്തി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ പഠിച്ചു. അതായത് ബിഗ് ബോസിൽ പോയി തിരിച്ചു വന്നപ്പോൾ ആൾക്കാരുടെ സ്നേഹം കുറഞ്ഞു. സ്നേഹം ആരുടെ അല്ല, ഈ ചിലരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ വർക്ക് ചെയ്തിരുന്നവരാ. വിന്നർ ആകുന്നതിന് മുന്നേ കുറെ പേര് ഇപ്പം വീഡിയോ കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ, അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഫാമിലിയിൽ നിന്ന് ചോദിച്ചു, ഫ്രണ്ട്സിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സോഷ്യൽ മീഡിയയിൽ ആർട്ടിസ്റ്റുകളോട് ഇടാൻ വേണ്ടിട്ട് അനുവിന്റെ ചേച്ചി, പക്ഷെ എനിക്ക് അറിയത്തില്ല അതിനെ പറ്റിയൊന്നും. അനുവിന്റെ ചേച്ചി മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുവിധം ഞാൻ പറയും, ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ പറയും, എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് കരയില്ല എന്ന് പറഞ്ഞിട്ടല്ലേ വീണ്ടും ഞങ്ങള് ബിഗ് ബോസ് ചെയ്യണ പോലെ ഇങ്ങനെ കരയരുത്.
കുഴപ്പമില്ല അത്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ ഏറ്റവും കൂടുതൽ അതിപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത ഓഡിയൻസും പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സും പറയുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട്, നിന്നെ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി 100 ദിവസവും നിനക്ക് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തത് എൻ്റെ ചേച്ചിയാണ്. ജോലി വരെ മാറ്റി വെച്ചു. അത് കൂടാതെ പ്രഗ്നൻ്റ് ആയി അബോർഷൻ വരെ ഓടി നടന്നിട്ടാ അതുവരെ പോയി. അതാണ് പെട്ടെന്ന് സങ്കടം. കാരണം നമ്മൾ നെക്സ്റ്റ് ബേബിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തു. ശരിക്കും മനുവിൻ്റെ ചേച്ചിയാണ് കേട്ടോ ഓരോ ഇങ്ങനെ ലക്ഷ്മി ഇപ്പം ലൈക്ക് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയുടെ തലേന്ന് വരെ വീഡിയോ കോർഡിനേറ്റ് ചെയ്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, ഒന്ന് കൊളാബും കൂടി ഇടുമോ എന്നൊക്കെ ചോദിച്ചു. അമ്മയ്ക്ക് വയ്യാണ്ടായി, അച്ഛന് വയ്യാണ്ടായി, പോട്ടെ. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചേട്ടച്ചനാണ്, അച്ഛന് എനിക്ക് ഈക്വലാണ് എൻ്റെ ചേട്ടൻ എന്ന് പറയുന്നത്. പുള്ളി വരെ ചേച്ചി പറയുക ചേട്ടൻ കരയുന്നത് ചേച്ചിയുടെ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന്. ചേട്ടൻ വരെ കരയണത് ഞാൻ കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചേട്ടൻ എന്താ പറയുന്നത്, അവൾക്ക് ഇങ്ങനെ അബോർഷൻ ആയപ്പോൾ പോലും ചേട്ടൻ കരഞ്ഞിട്ടില്ല. പക്ഷെ അനു ബിഗ് ബോസിൽ വിഷമിക്കണം കണ്ടപ്പോൾ ഒരു ഭയങ്കരമായിട്ട് കരഞ്ഞു. അവസാനം ചേട്ടൻ TV ഓഫ് ചെയ്ത് വെച്ചു എന്ന് കാണണ്ടാന്ന്. ഇവളെന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്, എന്തിനാ കിടന്ന് കരയുന്നത്? കാരണം എല്ലാം കാണിക്കുന്നില്ലല്ലോ അതിനകത്ത്, കുറച്ച് ഭാഗം കട്ട് ചെയ്ത് പോകുള്ളൂ. എന്തിനാ? കാരണം അതിനകത്ത് ഉള്ളിൽ ഞാൻ കരയാൻ വേണ്ടി കരയുന്നതല്ല ചേച്ചി, അത്രയും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് എപ്പോഴും. അത് എൻ്റെ ഒരു അവസ്ഥ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണമല്ലോ, ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ ഇനി വരുന്ന സീസണിൽ എൻ്റെ അവസ്ഥ ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഒരാൾക്കും, പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും വരാൻ പാടില്ല. വന്നാലും കുറച്ചും കൂടെ നന്നായിട്ട് ബോൾഡായിട്ട് പിടിച്ചു നിൽക്കുക, അത്രേ ഉള്ളൂ. കുറച്ചും കൂടെ നന്നായിട്ടൊന്നുമല്ല, അനു എക്സ്ട്രീം ആയിട്ട് ബോൾഡായിട്ട് തന്നെയാണ് പിടിച്ചത്. അതാണ് പറഞ്ഞത്. അത് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും. എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു മോശം സിറ്റുവേഷൻ വന്നാൽ പോലും, എനിക്ക് എൻ്റെ ലൈഫിൽ ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് മോശം സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ പോലും ദൈവം എൻ്റെ കൈ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അത് പറഞ്ഞ് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് എനിക്കുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട്, കൂടെ തന്നെയുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ചേച്ചി വീഡിയോസ് ചോദിക്കുന്ന സമയത്തൊക്കെ കൊടുക്കാൻ ഭയങ്കര മടിയുള്ളവർ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ മടിയുണ്ടായിരുന്നു. പിന്നെ ഞാനത് അവരുടെ ഇഷ്ടമാണല്ലോ കൊടുക്കണോ വേണ്ടെന്നുള്ളത്. പോകുന്നതിന് മുന്നേക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവട്ടെ, ഫുൾ സപ്പോർട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. കാരണം എന്താ പറയുമോ, അവള് ജയിക്കോ തോക്കോ എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല, ഡൗട്ടാണ്. എല്ലാവരും വിചാരിച്ചു പോയിട്ട് വരട്ടെ, അനീഷ് ജയിക്കും എന്നുള്ള ഇതായിരുന്നു വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കൊടുക്കാത്ത ആർട്ടിസ്റ്റുകൾ വിളിച്ചപ്പോൾ ഞാൻ അത് കാണിച്ചില്ല. ആ ഒരു ഇത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്, കാരണം അവരുടെ ഇഷ്ടമാണ് അത് കൊടുക്കണോ വേണ്ടേന്നുള്ളത്. നാളെ തരാം എന്ന് പറഞ്ഞങ്ങ് മാറ്റി. അപ്പോൾ പിന്നെ ഞാൻ അതവിടെ കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ പറയുന്ന പിന്നെ ഇനി എൻ്റെ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞു, അടുത്ത ബിഗ് ബോസ് വരാൻ പോവുകയാണ്. ഇനി ബിഗ് ബോസ് പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, ആൾക്കാർ മറക്കും എന്നെ. മറക്കത്തില്ല. പുതിയ സീസൺ വരുമ്പോൾ കുറച്ചും കൂടെ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ആൾക്കാരെ നമ്മളെ മറക്കത്തില്ല. അത് ഇനിയിപ്പോൾ ബിഗ് ബോസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആൾക്കാർ മറക്കത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇനി എൻ്റെ കരിയർ എന്താണെന്നുള്ളതായിരുന്നു ഇനി അടുത്ത്. പിന്നെ ആലോചിച്ചു ഞാൻ ഇനി ഓക്കെ കാശൊക്കെ ആയി, സ്ഥലമൊക്കെ മേടിച്ചു, സെറ്റിലായി, ഇനി ഒന്നും കൂടെ സെറ്റിൽ ആയാലോ എന്ന്. കാരണം ഫാമിലിയൊക്കെ കാണും, കാരണം നമുക്ക് ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. കാരണം അച്ഛനും അമ്മയെ സംബന്ധിച്ചിടത്തോളം മോള്, അതായത് ഇപ്പം അച്ഛന്റെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു ബിസിനസ് കരിപ്പെട്ടി കച്ചവടത്തിൽ നിന്നാണ് അനുവിനെ നിർത്തിച്ചു. ഇപ്പൊ മോള് ഏബിൾ ആണ്, എഫിഷ്യന്റ് ആണ്. സ്റ്റാർ മാജിക്കിൽ സമയത്തെ നിർത്തിച്ചു. കാരണം ഒരു പ്രായമൊക്കെ ആയില്ലേ അവരപ്പോ, അതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ല. മോളുണ്ടല്ലോ അവർക്ക് എന്ത്, അതുകൊണ്ട് എന്റെ 2 കുട്ടികളാണ് അവർ, അച്ഛനും അമ്മയും. അതെ അതെ, അവരെങ്ങനെ പൊന്നുപോലെ നോക്കി. അതിനുശേഷം ഇപ്പൊ എല്ലാം, അതായത് ലൈക്ക് ബാങ്ക് ബാലൻസ് ആയി, കാറായി, സ്ഥലം മേടിച്ചു, ഇപ്പൊ വീട് വെക്കാനുള്ള പ്ലാൻ. ഇനി അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം എന്തായാലും അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, എന്താണ്? കല്യാണം. അനു ആണെങ്കിൽ എപ്പോഴും പ്രേക്ഷകരുടെ അടുത്ത് ഏത് ഇനോഗ്രേഷന് പോലും പറയും അടുത്ത മാസം അടുത്ത ആഴ്ച എന്നൊക്കെ ഞാൻ കള്ളം പറയുന്നത്. കല്യാണം എന്ന് പറയുന്നത് അത് ഒരു നിമിത്തമാണ്, ഒന്നത്തെ കാര്യം. അത് ഞാന് പറയട്ടെ, നിമിത്തമാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോവാവൂ. കല്യാണത്തിനോട്ട് നമ്മൾ താല്പര്യം കാണിക്കാൻ പാടില്ല. അല്ല, എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്തവരുണ്ടാവും, ഇഷ്ടമുള്ളവർ. അപ്പൊ എന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സാധാരണ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് വിചാരിക്കുന്ന ആളാണ്. പക്ഷേ നമ്മുടെ ഗ്യാങ്ങിൽ തന്നെ ഇപ്പൊ ഐശ്വര്യയുടെ ആണെങ്കിലും ഇപ്പൊ ശ്രീവിദ്യയുടെ ആണെങ്കിലും ആ കല്യാണം, ആ താലികെട്ടിൽ കഴിഞ്ഞ ഉടനെ അനു എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറയും,
ചേച്ചി ഇനി എന്നാ എന്റെ കല്യാണം എന്ന് സത്യം. ചോദിക്കും. ഐശ്വര്യ കല്യാണത്തിന് പോയപ്പോൾ ഐശ്വര്യയുടെ എന്നോട് കല്യാണത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിറ്ററലി ഐശ്വര്യ കല്യാണം കഴിക്കണതിന്റെ ഒരു സന്തോഷം അനുവിനുണ്ട്. സന്തോഷമുണ്ട്. ഞാൻ പിന്നെ ആലോചിക്കുന്നത് എന്റെ കയ്യിൽ ഇറുക്കി പിടിച്ചിട്ടാണ് ചേച്ചി എനിക്ക് എന്നാ അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുക, അത്രയും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. അതെ, കാരണം എന്തുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം എന്ന് വെച്ചാൽ, ഒരു ഫാമിലി വേണമെന്ന് ആഗ്രഹം എന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു ഇത് കണ്ടിട്ടാണ് എനിക്ക് വേണം. ബോണ്ട് കണ്ടിട്ട്, പിന്നെ അവിടെ ഒരു കെമിസ്ട്രി അതൊക്കെ കണ്ടിട്ട്, പിന്നെ എൻ്റെ ചേച്ചിയും ചേട്ടൻ്റെയും കണ്ടിട്ട്, അപ്പോൾ ഇവർ രണ്ടരെയും കണ്ടാണല്ലോ ഞാൻ വളരുന്നത്. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്കും തോന്നും എനിക്കൊരു ലൈഫ്, അതായത് ഇനി അടുത്തൊരു ലൈഫ് വേണം, ഒരു ഫാമിലി ആകണം. ഗുഡ് ന്യൂസ് അധികം വൈകാണ്ട് കേൾക്കാം. ഇത് ശരിയെന്നാ. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി അനീഷ്. അയ്യോ, ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? പട്ടി ബിസ്ക്കറ്റ്. കുറുക്കാണോ? അല്ല, കൂവപ്പൊടി. സെറ്റപ്പ് വിത്ത് ലക്ഷ്മി നക്ഷത്രം. അല്ല, സെറ്റപ്പ് അല്ല, സിറ്റപ്പ്. ഓക്കെ, സോറി. ഛർദിക്കാൻ പറഞ്ഞു. എനിക്ക് മാറ്റൂല, ഞാൻ കുടിക്കൂല. നേരെ ചെന്നൈന്ന് വന്ന് ഇറങ്ങി ഇതിന് വേണ്ടിയിട്ടാണ്. Come along, sing this song and step. Set it up with Lakshmi Nakshatra.